ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ വിത്ത് AK. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോണുള്ള പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം മാരിനേഷൻ ചെയ്യാം. അതിനായിട്ട് കുറച്ച് ഉപ്പിടുക, എന്നിട്ട് 1 സ്പൂൺ അല്ലെങ്കിൽ 1/2 സ്പൂൺ മുളക് പൊടി ഇടുക. കാശ്മീരി ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഇടാം. ഞാനിവിടെ സാധാ മുളക് പൊടി ആയതുകൊണ്ടാണ് 1/4 സ്പൂൺ ഓളം ഇട്ടിട്ടുള്ളത്. എന്നിട്ട് 2 സ്പൂൺ തൈര് ഇടുക. അതിനുശേഷം കുറച്ച് കസൂരി മേത്തി, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മാരിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് ബട്ടർ ചേർക്കുക. എന്നിട്ട് ഓരോ ചിക്കൻ പീസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് മൂപ്പിച്ച് ഫ്രൈ ചെയ്യുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വെന്ത് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനകത്തേക്ക് പാൻ ചൂടാക്കി കുറച്ച് ബട്ടർ ഇടുക. 2 സവാള ഇടുക. ഞാനിവിടെ ഒരു വലിയ സവാളയും ഒരു മീഡിയം സവാളയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സവോളയൊക്കെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഒരു 1/2 to 1/4 സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ പച്ച മണം ഒന്ന് മാറിക്കിട്ടണം. അതുവരേക്കും നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് വലിയ പീസായാലും പ്രശ്നമില്ല, കാര്യം നമ്മളത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിനകത്തേക്ക് കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5-6 കാഷ്യൂസാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളായിട്ടുള്ള മുളക് പൊടി, അത് ഞാനിവിടെ 1 സ്പൂൺ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഗരം മസാലയാണ്. ഞാൻ 1/2 മുതൽ 1 സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് അടച്ച് വെച്ച് നല്ല രീതിക്ക് വേവിച്ചെടുക്കണം. സവോളയെല്ലാം വെന്തിട്ടുണ്ട്. ഇത് ഇനി തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് എന്നിട്ട് അരച്ചെടുക്കണം. ഇനി വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ബട്ടർ മെൽറ്റായതിനു ശേഷം അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഗ്രേവി ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. അതുവരേക്കും കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് കസൂരി മേത്തിയാണ്. ഇത് ഓപ്ഷണലൊന്നും അല്ല, ഇത് മസ്റ്റായിട്ട് ചേർക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആവശ്യത്തിന് കസൂരി മേത്തി ആഡ് ചെയ്യുക. അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക.
ഫ്രഷ് ക്രീമാണ്. ഒരു 1/4 കപ്പോളം ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്തിട്ട് ഒരുപാട് തിളപ്പിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുവരേക്കും ബൈ ബൈ.